തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനത്തിനായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാ കൗൺസിലർമാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആഹ്വാനം ചെയ്തു. 2026 ജനുവരി 10 ലോക് ഭവനിൽ കോർപ്പറേഷൻ കൗൺസിലർമാർക്കായി ഒരുക്കിയ ചായ സൽക്കാരത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചരിത്രത്തിലാദ്യമായാണ് ഒരു ഗവർണർ കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നത്. കോർപ്പറേഷൻ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ജനക്ഷേമത്തിനായി മാത്രം പ്രവർത്തിക്കണം. നഗരമധ്യത്തിലെ സമരങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. അതിനാൽ ഡൽഹി മാതൃകയിൽ സമരങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം കണ്ടെത്താൻ കൗൺസിലർമാർ മുൻകൈയെടുക്കണം. ഓരോ കൗൺസിലറും തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വാർഷിക പുരോഗതി റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. നഗരവികസനത്തിന് ആവശ്യമായ കേന്ദ്ര സഹായം നേടിയെടുക്കാൻ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണം. ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൗൺസിലർമാർ മാതൃകയാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. BJP ആദ്യമായി ഭരണം പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ VV രാജേഷ്, ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയത്തിന് അതീതമായ ഈ ഒത്തുചേരൽ നഗരവികസനത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.